നോക്കിയാൽ നല്ല വണ്ണമുള്ള നല്ല തടിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ രണ്ട് തൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്തത്തില്ല കേട്ടോ. അതുപോലെ ആ സൈഡിൽ നിന്നും കൂടെ പിടിച്ചാലേ നമുക്ക് എത്തുള്ളൂ. നിങ്ങൾക്ക് ക്ഷമയില്ല, പെട്ടെന്ന് തന്നെ കായ്ഫലം ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ വീട്ടിൽ ഇത്രയും വലിപ്പമുള്ള തെങ്ങിൻ തൈകൾ, അതായത് ഇത്ര അധികം നമുക്ക് വേറെ നഴ്സറി ഞാൻ കണ്ടു. ഇതിപ്പോ ഈ വെറൈറ്റി പെട്ട ഇത്രയും വലിപ്പമുള്ള തൈകൾ ഏകദേശം ഒരു 1000-ഓളം പ്ലാന്റ് നമ്മുടെ നഴ്സറിയിൽ 35-ന്റെ വലിയ കവറിലാണ് ഇരിക്കുന്നത്. കവറിന്റെ സൈസ് ഉണ്ടായിരുന്നു ഇത്രയും വലിയ കവറിലെ. ഇതിലും വലിപ്പമുള്ള തൈകൾ ഞാൻ അവിടെ കണ്ടായിരുന്നു. തടി ഏകദേശം ഒരു 1.5 അടിയോളം തടി ആയി തുടങ്ങിയ തൈകൾ അപ്പുറത്തിരിപ്പുണ്ട്. ഇതിപ്പോ ഏകദേശം എണ്ണം കണ്ടില്ലായിരുന്നു. 1000-ഓളം തൈ നമുക്കിവിടെ ഇതൊക്കെ ഇപ്പൊ കൊണ്ടുപോകുന്നവർക്ക് ഒരു വർഷം ഇതിന് നട്ട് ഏകദേശം ഒരു വർഷം ആകുമ്പോഴത്തേക്ക് പോകുമ്പോൾ തുടങ്ങും. അതെ, ഈ വെറൈറ്റി തെങ്ങാണ് നമുക്ക് ഈ നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയത്. ഇത് കുറ്റിയാടിയുടെ വലിപ്പം കൂടുതലുള്ള തെങ്ങാണ്. ഇത് നമുക്ക് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നടാൻ പറ്റിയൊരു വെറൈറ്റി തെങ്ങാണ്. നല്ല ഇമ്മ്യൂണിറ്റി പോലുള്ള ഒരു തെങ്ങാണ്. ഒരുപാട് വർഷം നിന്ന് കായ്ക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണിത്. അത് പോയിട്ട് ഈ പടുമൂട് നടാനായിട്ട് എന്തെങ്കിലും നമ്മുടെ തെങ്ങുകൾ ഫാമുകളിലൊക്കെ നട്ട് കേടായി പോയ ആ സ്ഥലങ്ങളിൽ അതിന്റെ കൂടെ വളർന്നു വരാനായിട്ട്, അതായത് ഈ വലിപ്പമുള്ളതാകുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് നട്ട് അതിന്റെ കൂടെ കാഴ്ച വരും. അപ്പൊ അതിനു വേണ്ടി നടാൻ പറ്റിയ നല്ലൊരു വെറൈറ്റിയാണ് ഇത്. നമുക്ക് അതായത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് എടുക്കാം. അതെ. ഇത് കണ്ടില്ലേ, ഇതെല്ലാം തടിയായി തുടങ്ങിയ തൈകളാണ്. ഇതിന്റെ മൂട് കണ്ട് അതിന്റെ വണ്ണം കണ്ടായിരുന്നോ? ഇത്രയും തടിയായി തുടങ്ങിയ തൈകൾ. ആ രീതിയിലുള്ള വലിയ തെങ്ങിൻ തൈകൾ, നല്ല സൈസുള്ളതൊക്കെ ഇരിപ്പുണ്ട്. നോക്കി, ഇതാ ഇതിന്റെ വലിപ്പം നോക്കി. ഞാൻ ഇങ്ങനെ രണ്ട് തൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്തത്തില്ല കേട്ടോ. അതുപോലെ ആ സൈഡിൽ നിന്നും കൂടെ പിടിച്ചാലേ നമുക്ക് എത്തുള്ളൂ. ഇതിപ്പോ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു 22ഓളം വെറൈറ്റി തെങ്ങിന്റെ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അതിൽ ഈ സൈസിലുള്ളത്, ഈ സൈസിലുള്ള എല്ലാ വെറൈറ്റിയുടെ ഈ സൈസ് ഇല്ല. 22ഓളം വെറൈറ്റി ഉണ്ട്. അതിൽ ചിലതിന്റെ ഈ സൈസ് വലിയ പ്ലാന്റുകൾ നമ്മുടെ നഴ്സറിയിൽ. നമുക്ക് ഡെലിവറി തൃശ്ശൂർ വരെ നമ്മുടെ വണ്ടിയിൽ ഡെലിവറി കൊടുക്കുന്നുണ്ട്. അത് പ്ലാന്റ് വന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഡെലിവറി ചെയ്യാൻ പറ്റൂ. അതായത് കസ്റ്റമർ ഇവിടെ വന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ തൃശ്ശൂർ വരേക്ക് നട്ട് പെട്ടെന്ന് ഫാമുകളിലൊക്കെ കാച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വലിയ പ്ലാന്റുകൾ എത്ര വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട്. 1000 വേണമെങ്കിൽ വലിയ ഫാമുകളിലേക്ക് ഇപ്പൊ ഇടയ്ക്ക് ഒരു 150 വലുത് വേറൊരു ഫാമിലേക്ക് എടുത്തിട്ട് പോയി. ശരി. ഇവിടെ നോക്കി, ഇവിടെ എല്ലാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നോക്കി അങ്ങോട്ട് എല്ലാം നമ്മുടെ ചെടികളാണ്. ഇനി ഇതിന്റെ അടുത്തൊരു വെറൈറ്റി ഞാൻ അപ്പുറത്ത് ഇപ്പൊ കാണിക്കാം. ശരി. ഇതെന്താണ് ഈ അലങ്കാര ചെടി പോലെ നിൽക്കുന്നത്? ഇത് നമ്മളെ സണ്ണങ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ വലിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത്. ഇത് ഇനി നട്ട് ഏകദേശം ഒരു 1-1.5 വർഷം. നല്ല ഭംഗിയാണ്. ഇത് വീട് മുറ്റത്ത് കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെടി പോലെ നടാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ്. ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ഇതിനകത്ത് നിറച്ച് തേങ്ങയായിട്ട്, അപൂർവം ചില വീടുകളുടെ ഫ്രണ്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ചെറിയ ഓലയായിട്ട് ഇങ്ങനെ ചെടി പോലെ ഒന്ന് കായ്ക്കുന്ന പച്ച തേങ്ങയായിരിക്കും. കരിക്കിനായാലും തേങ്ങയ്ക്കായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആരെങ്കിലും ഒരാൾ വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നാലും നമുക്ക് ഓടിപ്പോയി ഒരു കരിക്ക് അല്ലെങ്കിൽ പറിച്ച് നമുക്ക് തന്നെ ജീവി കൊടുക്കാൻ പറ്റും. അത് പോയിട്ട് വീട്ടിൽ ഇപ്പോൾ അടുക്കളയിൽ തേങ്ങ തീർന്നു, വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് തന്നെ വന്ന് ഒരെണ്ണം പറിച്ചിട്ട്, അതായത് തേങ്ങയുടെ ഇതിൽ കയറേണ്ടി വരും. ഇല്ല, ഇത് എത്ര വർഷമായി? ഇതൊരു 20 വർഷത്തോളം ഇതിന് ആയുസുള്ളൂ. ഈ 20 വർഷവും നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തേങ്ങ നമുക്ക് കൈകൊണ്ട് നിന്ന് എത്തി പറിച്ചെടുക്കുക. ആ ഒരു പാകത്തിന് നിൽക്കുന്ന ഒരു വെറൈറ്റി തെങ്ങാണ്. ഇത് ബാരലാണെങ്കിൽ നമുക്ക് വെച്ച് നട്ട് കായ്പിക്കാൻ പറ്റും. സണ്ണങ്കി കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട്, ഇത് വലിയ പ്ലാന്റ് ആണ്. ഇതിന്റെ ഏകദേശം ഒരു കണ്ടില്ലേ, ഒരു 700-800 പ്ലാന്റ് നമ്മുടെ ആ ബാരലിൽ കാച്ചിരിക്കുന്ന ഇതിന്റെ വലിയ പ്ലാന്റ് ആണ്. അടിപൊളി. അത് ഏകദേശം ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതാണ്. ഇപ്പൊ 1.5 അടിയോളം തടിയായത്. ശരി. ഇത് നോക്കിയാൽ നല്ലതുപോലെ കാഴ്ച നിൽക്കണ്ടല്ലേ, നല്ല വലിപ്പമുള്ളത്. ഇത് സണ്ണങ്കി വെറൈറ്റി പെട്ട തെങ്ങാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഓല കുറച്ച് സ്ഥലം മതി. മറ്റേ നമ്മുടെ സാധാ തെങ്ങ്, വലിയ തെങ്ങാവുന്ന തെങ്ങ് വെക്കുന്നതിന്റെ പകുതി സ്ഥലം മതി ഇതിന്. അകലം കുറച്ച്. ഇത് സ്ഥലമില്ലെങ്കിൽ നമുക്ക് വലിയ ബാരൽ നട്ട്. ഇതിപ്പോ ഏകദേശം ഒരു വർഷം കൊണ്ട് കാച്ചോണ്ടിരിക്കുന്ന തെങ്ങുകളാണ്. ഇതിൽ നേരത്തെ കരിക്കൊക്കെ നമ്മൾ പറിച്ചതായിരുന്നു. കാരണം ഇത്രയും 1.5 അടിയോളം തടിയായി. അത് കണ്ടില്ല ഇപ്പൊ എത്ര പോലെ കുച്ചങ്ങ വന്നിരിപ്പുണ്ടെന്ന് നോക്കി. അതായത് നിങ്ങൾക്ക് ക്ഷമയില്ല, പെട്ടെന്ന് തന്നെ കായ്ഫലം ആണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ വീട്ടിൽ. അതെ. ഇത് നമുക്ക് ഇത് ബാരലിൽ നമ്മൾ വെച്ചതായി. അതേപോലെ ഗ്രോ ബാഗിൽ ഇരിപ്പുണ്ട്, 30 ഇഞ്ചിന്റെ ഗ്രോ ബാഗിൽ. ഇതിപ്പോ ഏകദേശം 1 അടി കൂടുതൽ തടിയായി. ഇതും കൂമ്പൊന്നും തുടങ്ങി. നോക്കിയാൽ നല്ല തടിയായിട്ടുണ്ട്. ഇത് കൊണ്ടുവന്ന അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ വെറൈറ്റി പെട്ടത് എത്ര വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിലുണ്ട്, സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇത് നട്ട് ഒരുപാട് സമയം എടുക്കാതെ തന്നെ കാച്ച് നമുക്ക്. ഇതിപ്പോ നമുക്ക് തൃശ്ശൂർ വരെ ആണെങ്കിൽ ഈ സാധനം ഡെലിവറി അല്ല, നമ്മളെ വണ്ടിയിൽ ഡെലിവറി ചെയ്ത് കൊടുക്കും. വന്ന് നോക്കി സെലക്ട് ചെയ്യണം, അല്ല അവിടെ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് നമ്മൾ അത് കൊണ്ടു കൊടുക്കില്ല. കാരണം വിലയും പ്ലാന്റും ഇവിടെ വന്ന് നോക്കി അത് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമ്മൾ ഡെലിവറി. അതേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈസി ആയിട്ട് വന്ന് നോക്കാം. അതെ. ഏത് പ്ലാന്റ് തന്നെ വന്ന് നോക്കി സെലക്ട് ചെയ്താൽ നമ്മൾ അത് ഡെലിവറി ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് അവർക്ക് പിന്നെ വില കൂടിപ്പോയി, അല്ലെങ്കിൽ പ്ലാന്റ് ചെറുതായിപ്പോയി, വലുതായിപ്പോയി, കേടായിപ്പോയി, അതൊരു തർക്കങ്ങൾ അങ്ങനെ അതിനൊരു ഇട വരാത്ത രീതിയിൽ നമ്മളത് ചെയ്യും. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരുള്ളവരാണെങ്കിലും വന്ന് നോക്കി സെലക്ട് ഇവിടെ നമ്മൾ ഏത് 35 രൂപയുടെ പ്ലാന്റ് ആയാലും ശരി, അത് വന്ന് നോക്കി അത് സെലക്ട് ചെയ്താലേ നമ്മൾ ഡെലിവറി ചെയ്യും. അല്ലാതെ ചെയ്യും.